ഇനി തൃപ്പൂണിത്തുറയിലേക്കാണ്. തൃപ്പൂണിത്തുറയിൽ BJPയുടെ അഡ്വക്കേറ്റ് PL ബാബു മുനിസിപ്പൽ ചെയർമാനാകും. രാധിക വർമ്മയാണ് വൈസ് ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, BJPയുടെ പ്രഖ്യാപനം വന്നിരിക്കുന്നു. തൃപ്പൂണിത്തുറയിൽ BJPയുടെ അഡ്വക്കേറ്റ് PL ബാബുവാണ് മുനിസിപ്പൽ ചെയർമാൻ, രാധിക വർമ്മയാണ് വൈസ് ചെയർപേഴ്സൺ ആവുക. എന്തൊക്കെയാണ് വിവരങ്ങൾ? അല്ലെങ്കിൽ BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട് നിലവിൽ വന്നു. ആ ഒരു സാഹചര്യത്തിൽ BJPയുടെ മധ്യമേഖലാ സെക്രട്ടറി ആയിട്ടുള്ള PL ബാബുവാണ് നഗരസഭയുടെ ചെയർമാൻ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു. രാധിക വർമ്മ, ഏറ്റവും മുതിർന്ന അംഗമായിട്ടുള്ള രാധിക വർമ്മയാണ് നഗരസഭയുടെ വൈസ് ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായിട്ട് BJP ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. PL ബാബു നമ്മോടൊപ്പം ചേരുന്നു. ഈ ഒരു ഘട്ടത്തിൽ എന്താണ് പറയാനുള്ളത്? പ്രത്യേകിച്ച് ചരിത്രത്തിൽ ആദ്യമായിട്ട് നഗരസഭയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട് BJP ജയിച്ചിരിക്കുന്നു. മിന്നും വിജയം. അതുമാത്രമല്ല, നഗരസഭയുടെ ചെയർമാൻ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലേക്ക് PL ബാബു എത്തിയിരിക്കുന്നു. ഒരു ഏറ്റവും സീനിയർ നേതാവ്. ഒരുമിച്ച് എല്ലാവരെയും മാധ്യമങ്ങളെ കാണാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രവർത്തകരൊക്കെ തന്നെ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. പ്രകടനത്തോടു കൂടി തന്നെയാണ്, ഐക്യകണ്ഠേന തന്നെയാണ് PL ബാബുവിനെയും വൈസ് ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായിട്ടുള്ള രാധിക വർമ്മയെയും തെരഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ 17 സീറ്റുകൾ മാത്രമായിട്ട് ഉണ്ടായിരുന്ന BJPക്ക് ഒരു A ക്ലാസ് നഗരസഭയിൽ വേണ്ട എല്ലാ പ്രചരണങ്ങളും നടത്തി മിന്നും വിജയം കൊയ്യാനായിട്ട് തൃപ്പൂണിത്തുറയിൽ സാധിച്ചു. ഒപ്പം തന്നെ ഭരണം പിടിച്ചെടുക്കുന്ന ഘട്ടത്തിലേക്ക് എത്തി. 21 സീറ്റുകളാണ് BJPക്ക് തൃപ്പൂണിത്തുറയിൽ ഉള്ളത്. 20 സീറ്റുകളാണ് LDFിനുള്ളത്. 12 സീറ്റുകൾ UDFിനുമുണ്ട്. ഇടതും വലതും മാറി മാറി ഭരിച്ച നഗരസഭയിൽ ഈ പൈതൃക സംരക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ജനങ്ങൾക്കെതിരായിട്ടുള്ള ജനങ്ങളുടെ നിലപാടുകൾക്കെതിരായിട്ടായിരുന്നു ഇടതു ഭരണം നടത്തിയിരുന്നത്. പക്ഷേ അതിനൊക്കെ തന്നെ ഒരു വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് BJP ജയിച്ചിരിക്കുന്നു. BJPയുടെ നഗരസഭ ചെയർമാൻ സ്ഥാനാർത്ഥിയായിട്ട് PL ബാബുവിനെ, വൈസ് ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായിട്ട് രാധിക വർമ്മയെ ഔദ്യോഗികമായിട്ട് BJP സംസ്ഥാന നേതൃത്വം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇപ്പോൾ അവർ മാധ്യമങ്ങളെ ഔദ്യോഗികമായിട്ട് കാണുകയാണ്. പ്രവർത്തകരുടെ സന്തോഷമാണ് നമ്മളിവിടെ കാണുന്നത്. BJP ചരിത്ര വിജയം നേടിയ തൃപ്പൂണിത്തുറയിൽ അഡ്വക്കേറ്റ് PL ബാബു മുനിസിപ്പൽ ചെയർമാനാകും. രാധിക വർമ്മയാണ് വൈസ് ചെയർപേഴ്സൺ. തൃപ്പൂണിത്തുറ നഗരസഭ നിയന്ത്രിക്കുവാനും ഭരിക്കുവാനും ഭാരതീയ ജനതാ പാർട്ടിയുടെ പാർലമെൻ്ററി കമ്മിറ്റി, ജില്ലാ പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിലുള്ള ജില്ലാ കമ്മിറ്റി, അതുപോലെ ഇവിടുത്തെ മണ്ഡലം ചുമതലപ്പെട്ടവർ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു മനസ്സായി എടുത്ത തീരുമാനം ഇവിടുത്തെ രണ്ടാം പ്രാവശ്യവും ജയിച്ച് കൗൺസിലറായിട്ടുള്ള ശ്രീ PL ബാബുവിനെ നഗരസഭയുടെ ചെയർമാനായിട്ടും അതുപോലെ തന്നെ പരിചയസമ്പന്നയായിട്ടുള്ള മിസ്സസ് രാധിക വർമ്മയെ ഡെപ്യൂട്ടി ചെയർമാനായിട്ടും ഔപചാരികമായിട്ട് ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റിൻ്റെ നിർദ്ദേശപ്രകാരം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തൃപ്പൂണിത്തുറയിൽ ഇന്നുവരെ കാണാത്ത തരത്തിലുള്ള വികസനം എന്ന കാഴ്ചപ്പാടിൽ മാത്രമായിരിക്കും, വികസനത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് ഈ തൃപ്പൂണിത്തുറ നഗരസഭയെ ജനങ്ങളുടെ വികസനത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റമായിരിക്കും, ഒരു ഭരണമായിരിക്കും ഭാരതീയ ജനതാ പാർട്ടി പ്രദാനം ചെയ്യാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത്. അതുമാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നമസ്കാരം. ആദ്യമായിട്ട് പാർട്ടി എന്നിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് ഞാൻ നന്ദി പറയുന്നു. തൃപ്പൂണിത്തുറയിൽ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ ആഗ്രഹപ്രകാരവും അതുപോലെ തന്നെ തൃപ്പൂണിത്തുറയിലെ മുഴുവനും ജനങ്ങളുടെ ഞങ്ങളിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും സംശുദ്ധവും അഴിമതി രഹിതവുമായിട്ടുള്ള ഒരു ഭരണത്തിനായിരിക്കും ഭാരതീയ ജനതാ പാർട്ടി മുൻതൂക്കം കൊടുക്കുക. അതുപോലെ തന്നെ തൃപ്പൂണിത്തുറയുടെ വികസനത്തിൻ്റെ കാര്യത്തിലും വരുന്ന 5 വർഷം കൊണ്ട് ഇന്ന് തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി വികസനത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിൽ 84ാം സ്ഥാനത്താണ്. അത് തീർച്ചയായിട്ടും മുൻനിരയിലേക്ക് തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയെ എത്തിക്കും. അതിൽ ഭാരതീയ ജനതാ പാർട്ടി പ്രതിജ്ഞാബദ്ധമാണ്. അതിനു വേണ്ടിയിട്ട് ഞാനും അതുപോലെ തന്നെ എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള കൗൺസിലർമാരും ബഹുമാനപ്പെട്ട വൈസ് ചെയർപേഴ്സണും എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് പ്രയത്നിക്കും, പ്രവർത്തിക്കും.
എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. പ്രസിഡന്റ് ഒറ്റക്കെട്ടായിട്ടുള്ളൊരു തീരുമാനമായിരുന്നു അതോ വേറെ ആളുകൾ വേറെ പേരുകൾ അല്ല, ഒറ്റക്കെട്ടാണല്ലോ, സംശയം എന്താ ഉള്ളത്? ഒറ്റക്കെട്ടാണ്, എല്ലാവരും ഒറ്റക്കെട്ടാണ്. പാർട്ടി ജില്ലാ ഘടകം തീരുമാനമെടുത്തു, സംസ്ഥാന അധ്യക്ഷനെ അറിയിച്ചു. ഇന്ന് പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ സംസ്ഥാന അധ്യക്ഷൻ്റെ നിർദ്ദേശങ്ങൾ ഞങ്ങളിവിടെ വായിച്ചു. എല്ലാവരും അത് കൈയടിച്ച് പാസ്സാക്കി. അതിനുശേഷം അവിടെ നൽകിയ സ്വീകരണത്തിന് ശേഷമാണ് ഇപ്പോൾ പത്രക്കാരെ കണ്ടിട്ടുള്ളത്. യാതൊരു ആശയക്കുഴപ്പവും ഇവിടെയില്ല. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഈ കപട മതേതര മുന്നണികൾക്കെതിരായിട്ട്, ഈ അവസരവാദ രാഷ്ട്രീയത്തിനെതിരായിട്ട് നിലപാടാണ് തൃപ്പൂണിത്തുറയിൽ ജനങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. ജനങ്ങൾ വികസനം ആഗ്രഹിക്കുന്നു. ഞങ്ങൾ തിരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത് തൃപ്പൂണിത്തുറയുടെ വികസനം എന്നൊരു സങ്കല്പമാണ്. അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ ഈ തൃപ്പൂണിത്തുറയെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുമെന്ന് പ്രതിജ്ഞ എടുക്കാനാണ്, ആ ഒരു വാക്ക്, ആ ഒരു ഉറപ്പ് നൽകാനാണ് ഈ അവസരം ഞങ്ങൾ വിനിയോഗിക്കുന്നത്. പൂർണ്ണത്രേശൻ്റെ മണ്ണിൽ ആദ്യമായി താമര വിരിയിച്ച് ഭരണം നേടിയ തീർച്ചയായും ഞങ്ങൾക്ക് വളരെയധികം അഭിമാനമുണ്ട്. പാർട്ടിയോട് നന്ദി പറയുന്നു. പാർട്ടിയുടെ കൃത്യമായ പരിപാടികൾ, അതായത് അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു വിജയം കൈവരിച്ചത്. വികസനം തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. തീർച്ചയായും തൃപ്പൂണിത്തുറയുടെ വികസനത്തിന് വേണ്ടി എല്ലാ മൂലയിലും മുക്കിലും ഞങ്ങൾ അന്വേഷിച്ച് അറിഞ്ഞ് അതിന് വേണ്ടതായ നടപടികൾ സ്വീകരിക്കും. തൃപ്പൂണിത്തുറയുടെ വികസനം തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. എല്ലാവർക്കും നമസ്കാരം. ഇടത് കോട്ടയം തൃപ്പൂണിത്തറയിൽ BJP ചരിത്ര വിജയമാണ് നേടിയത്. ജയിച്ചു കയറിയ BJP കൗൺസിലർമാർ പറയുന്നത് വികസനം മാത്രം ലക്ഷ്യം. അതുതന്നെയാണ് എല്ലായിടത്തും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജയിച്ച BJP സ്ഥാനാർത്ഥികൾ എല്ലാവരും പറയുന്നത്. ലക്ഷ്യം വെച്ചത് അവർ പറഞ്ഞതും വികസനം പറഞ്ഞാണ് വോട്ട് നേടിയത്. വികസനം തന്നെയാണ് ലക്ഷ്യം. രേഷ്മ തുടർന്ന് മനസ്സിലാക്കുന്നു. അമൽ, വികസനം തന്നെയാണ് ലക്ഷ്യം. അതായത് ഇടതുഭരണത്തിലൊക്കെ തന്നെ തൃപ്പൂണിത്തുറ എന്ന് പറയുന്ന ഒരു പൈതൃക നഗരമാണ്. ആ നഗരത്തിന്റെ പൈതൃകം സംരക്ഷിക്കാനായിട്ട് ഇടതുഭരണത്തിൽ സാധിച്ചില്ല. പകരം BJP ആ ഒരു ഭരണം പിടിക്കാനായിട്ട് എത്തുമ്പോൾ അവരുടെ ഏറ്റവും ആദ്യത്തെ പ്രയോറിറ്റി അല്ലെങ്കിൽ മുൻഗണന എന്ന് പറയുന്നത് തൃപ്പൂണിത്തുറയുടെ പൈതൃകം സംരക്ഷിക്കുക, അതോടൊപ്പം തന്നെ ജനകീയ പ്രശ്നങ്ങളിൽ കൃത്യമായിട്ട് ഇടപെടൽ നടത്തിയതിനു ശേഷം അതിന് ശാശ്വത പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ തവണ 17 സീറ്റ് ഉപതെരഞ്ഞെടുപ്പിൽ 2 സീറ്റുകൾ LDF-ൽ നിന്ന് പിടിച്ചെടുത്തുകൊണ്ട് മൊത്തത്തിൽ 17 സീറ്റുകളാണ് BJPക്ക് NDAക്ക് നേടാനായത്. അത് പിന്നീട് 20 സീറ്റായി വർദ്ധിപ്പിച്ച് നഗരസഭയിൽ ഏറ്റവും നിലയിലേക്ക് NDA കടന്നെത്തി. ഇടതിന്റെ ഭരണമായിരുന്നു. ഇടതിന്റെ കോട്ടയായ തൃപ്പൂണിത്തുറയിൽ UDF ഒറ്റത്തവണ മാത്രമാണ് തൃപ്പൂണിത്തുറയിൽ വിജയിച്ചിട്ടുള്ളത്. പക്ഷേ ആ ഇടതിന്റെയും വലതിന്റെയും ഭരണം ഒക്കെ തന്നെ ജനങ്ങൾക്ക് വലിയ രീതിയിൽ വെല്ലുവിളി ഉയർത്തുന്നതായിരുന്നു. ജനകീയ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ശാശ്വതമായിട്ട് പരിഹരിക്കപ്പെട്ടില്ല. ആ ഘട്ടത്തിൽ തന്നെയാണ് ജനങ്ങൾ ജനകീയമായിട്ട് തന്നെ BJP അല്ലെങ്കിൽ NDA തിരഞ്ഞെടുത്തിരിക്കുന്നത്. വലിയ BJP തരംഗം എന്ന് ഒരു വേള ആദ്യഘട്ടം മുതൽ തന്നെ തൃപ്പൂണിത്തുറ നഗരസഭയിൽ ആ ഒരു തോന്നൽ ഉളവാക്കിക്കൊണ്ടുള്ള ഒരു മിന്നും വിജയം തന്നെയാണ് BJP അവിടെ നേടിയെടുത്തത്. ഒപ്പം തന്നെ നഗരസഭയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് ഒരു ഏറ്റവും സീനിയർ ആയിട്ടുള്ള BJPയുടെ ഉന്നതനായിട്ടുള്ള നേതാവായ PL ബാബുവിനെ തെരഞ്ഞെടുത്തു. BJPയുടെ മധ്യമേഖല സെക്രട്ടറിയാണ് PL ബാബു. ഒരു കാര്യം കൂടെ, ഈ നഗരസഭയുടെ ഏറ്റവും വലിയ ചരിത്രത്തിലെ ഒരു മിന്നും വിജയമാണ് BJPയുടെ. അതുമാത്രമല്ല, നഗരസഭയുടെ ജനകീയ പ്രശ്നങ്ങൾ അതിനാണ് ഏത് വിധത്തിലാണ് മുഖ്യം പ്രയോറിറ്റി കൊടുക്കുക? തൃപ്പൂണിത്തുറയിൽ ഏതാണ്ട് 700-ലധികം ലൈഫ് പദ്ധതി പ്രകാരവും മറ്റു തരത്തിലും അപേക്ഷ നൽകിയിട്ടുള്ള ഭവനരഹിതരുണ്ട്. അവർക്ക് വീട് വെച്ച് കൊടുക്കുക എന്നുള്ളൊരു പ്രഥമ പരിഗണനയാണ്. അതുകൂടാതെ അമൃത് പദ്ധതി പകുതിയായി കിടക്കുകയാണ്. ഇപ്പോൾ ഒരു മേഖലയിലേക്ക് മാത്രമാണ് അമൃത് പദ്ധതി നടപ്പാക്കിയിരിക്കുന്നത്. അതുപ്രകാരം എല്ലാ ജനങ്ങൾക്കും വാട്ടർ കണക്ഷൻ എത്തിക്കുക എന്നുള്ളൊരു പ്രധാന പദ്ധതിയാണ്. അതുപോലെ തന്നെ ഇവിടെ വേസ്റ്റ് മാനേജ്മെൻറ്റ് കൃത്യമായിട്ട് നടക്കുന്നില്ല. അതിൻ്റെ MCF ഇതുവരെ പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചില്ല. MCF പൂർത്തീകരിച്ചാൽ തീർച്ചയായിട്ടും മുനിസിപ്പാലിറ്റിക്ക് ഒരു വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇന്ന് വലിയൊരു വരുമാന നഷ്ടം അതിൽ സംഭവിച്ചിട്ടുണ്ട്. ഇതാണ് ഏറ്റവും പ്രഥമ പരിഗണന നൽകുന്നത്. അതുകൂടാതെ തൃപ്പൂണിത്തുറ ഒരു പൈതൃക നഗരമാണ്. ഈ പൈതൃക നഗരത്തിനെ അതിൻ്റെ തനിമയോടെ നിലനിർത്താനും നഷ്ടപ്പെട്ടു പോയ പഴയ പ്രതാപം വീണ്ടെടുക്കുവാനുമായിട്ട് ഈ മുനിസിപ്പൽ ഭരണസമിതി വളരെ കൃത്യമായിട്ട് തന്നെ പരിപാടികൾ ആവിഷ്കാരം ചെയ്യും. അതുപോലെ തന്നെ ജനങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത് അവരായിട്ട് സംവദിച്ചുകൊണ്ട്, ഇവിടുത്തെ ധാരാളം പൗരപ്രമുഖരുമായിട്ടും എല്ലാവരുമായിട്ടും സംവദിച്ചുകൊണ്ട്
അവരുടെ അഭിപ്രായങ്ങളും കൂടെ സ്വീകരിച്ചുകൊണ്ടായിരിക്കും ഞങ്ങൾ പ്രവർത്തിക്കുക. അതെ അമൽ, അതായത് വികസന സൂചികയിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന തൃപ്പൂണിത്തുറ നഗരസഭയെ ഒരു വികസന കുതിപ്പിലേക്ക് എത്തിക്കുക എന്നുള്ള പരമപ്രധാനമായ ലക്ഷ്യത്തിലേക്കാണ് BJP നിശ്ചയിച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രകാരം വൈസ് ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി ആയിട്ട് രാധിക വർമ്മ, അതോടൊപ്പം തന്നെ ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് PL ബാബുവാണ്. ഈ രണ്ടു പേരുമാണ് BJP ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും പൈതൃക സംരക്ഷണവും ജനകീയ പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിക്കുക എന്നുള്ളതാണ് അവർ ലക്ഷ്യമിടുന്നത്.